ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സിറിൽ ജോർജ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വൺപ്ലസ് ബഡ്സിയുടെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഔട്ട്ലുക്ക് വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പം വീഡിയോയിലൂടെ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇവിടെ താഴെയുള്ള ബെൽ ബട്ടൺ കൊടുത്ത് എനേബിൾ ചെയ്യുക. അപ്പം പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ വൺപ്ലസ് ബഡ്സി. ഇപ്പൊ നമുക്ക് ഇതിന്റെ അൺബോക്സിംഗിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വൺപ്ലസ് ബഡ്സി. ഇപ്പം ഇതിന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ ഇതിന്റെ ഒരു പ്രീമിയം ക്വാളിറ്റി ആ ഒരു ബിൽഡാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വൺപ്ലസിന്റെ ആ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് അവരുടെ ആ ഒരു ബ്രാൻഡിന്റെ വാല്യൂ അവർ ഇതിലും കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇതിന്റെ ഒരു ലുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഡിസൈൻ വരുന്ന ഒരു ക്യാപ്സൂൾ ലൈക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വൺപ്ലസ് ബഡ്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വൺപ്ലസ് ബഡ്സ് പോലെയല്ല, കുറച്ചുകൂടെ നല്ല രീതിക്കുള്ള ഡിസൈനാണ്. എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് ഈ വൺപ്ലസ് ബഡ്സിയുടെ ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പാന്റിന്റെ പോക്കറ്റിലൊക്കെ നല്ല രീതിക്ക് കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസാണ് ഈ ഒരു വൺപ്ലസ് ബഡ്സി എന്ന് പറയുന്നത്. പിന്നീട് ഇതിന്റെ ഒരു ഔട്ട്ലുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്ന ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഒരു പെയറിംഗ് ബട്ടൺ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഫോണുമായിട്ടൊക്കെ പെയർ ചെയ്യാനുള്ള ഒരു ബട്ടണാണത്. അതുപോലെ തന്നെ ടൈപ്പ് സിയുടെ ഒരു ചാർജിങ് സ്ലോട്ടാണ് ഈ ഒരു വൺപ്ലസ് ബഡ്സിൽ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്ന പറഞ്ഞാൽ വൺപ്ലസ് ബഡ്സ് ഹൊറിസോണ്ടലായിട്ടാണ് ഇതിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സാധാരണ ബഡ്സിലേക്ക് നമ്മൾ കാണുന്നത് വെർട്ടിക്കലായിട്ടാണ് അവരുടെ ബഡ്സ് പ്ലേസ് ചെയ്യാറ്. അപ്പം ഈ ഒരു ഡിസൈനിലേക്ക് വന്നപ്പോഴേക്കും വൺപ്ലസും അവരുടെ ബഡ്സ് ഒരു ഹൊറിസോണ്ടലായിട്ടാണ് ഈ ഒരു കേസിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പാറ്റബിൾ ആയിട്ട് ഒരു ഡിസൈൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൺപ്ലസ് ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഈ ബഡ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് നമ്മുടെ ഇയേഴ്സിലൊക്കെ നമ്മൾ വെക്കുമ്പോൾ നമുക്ക് നല്ല രീതിക്കുള്ളൊരു പ്രീമിയം ഫീലും അതുപോലെ തന്നെ കുറച്ചു നേരം നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ചെവിയിൽ ഇരിക്കുന്നത് പോലും അറിയത്തില്ല. അതുപോലെ നല്ല ലൈറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ വൺപ്ലസ് ബഡ്സി എന്ന് പറയുന്നത്. ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് നമുക്കൊരു ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കുന്നത്. ഈ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ പെയറിങ്ങിന്റെ സമയത്തും അതുപോലെ തന്നെ ചാർജിങ്ങിന്റെ സമയത്തൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഈ ഒരു ലൈറ്റിൽ നമുക്ക് ഡിസ്പ്ലേ ആവുന്നതാണ്. അതായത് പെയറിങ്ങിന്റെ സമയത്ത് നമുക്ക് ഒരു വൈറ്റ് ലൈറ്റ് ആണ് അവിടെ ഷോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചാർജിങ്ങിന്റെ സമയത്ത് ഒരു ഗ്രീൻ ലൈറ്റും റെഡ് ലൈറ്റും മാറി മാറി ആ ഒരു ചാർജിങ്ങിന്റെ ലെവൽ അനുസരിച്ച് കാണിക്കുന്നതാണ്. പിന്നീട് ഇതിന്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്ന ബ്ലൂടൂത്ത് വെർഷൻ എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് വെർഷൻ 5.0 ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ കണക്ടിവിറ്റി റേഞ്ച് എന്ന് പറയുന്ന ഒരു 10 മീറ്റർ റേഞ്ച് ആണ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ വെയിറ്റിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു വൺപ്ലസ് ബഡ്സിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിന്റെ കേസിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 40 ഗ്രാംസ് മാത്രമാണ്. അതുപോലെ തന്നെ ഈച്ച് ബഡ്സിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 4.35 ഗ്രാംസ് ആണ് ഈച്ച് ബഡ്സിന്റെ വെയിറ്റ്. അതെന്ന് പറയുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു വെയിറ്റ് ആണ് ഈ ഒരു ബഡ്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം നമ്മുടെ ചെവിയിലേക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചെവിയിൽ ആ സാധനം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ മറന്നു. അതുപോലെ തന്നെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. അതായത് 5 ഗ്രാംസിൽ താഴെ മാത്രമാണ് ഈ ഒരു ഈച്ച് ബഡ്സിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. പിന്നീട് ഇതിന്റെ പെയറിംഗ് സെക്ഷനിലേക്ക് വരുമ്പോഴേക്കും നമുക്കൊരു വൺപ്ലസ് ഡിവൈസ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കേസിന്റെ അതായത് ഈ ഒരു കേസിന്റെ ഈ ഒരു ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ വൺപ്ലസ് ഡിവൈസ് നമുക്ക് ഒരു പോപ്പ് ആയിട്ട് പൊങ്ങി വരുന്നതാണ്. അപ്പം അവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വൺപ്ലസ് ഡിവൈസിൽ കണക്ട് ചെയ്യാവുന്നതാണ്. അവിടെ നമുക്ക് അതിന്റെ ചാർജും കേസിന്റെ ചാർജും എല്ലാം ആ ഒരു പോപ്പ് നോട്ടിഫിക്കേഷനിൽ അറിയാൻ പറ്റുന്നതാണ്. അതല്ല വേറെ ആൻഡ്രോയിഡ് ഡിവൈസോ വേറെ ഡിവൈസ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് വൺപ്ലസ് അല്ലാത്ത വേറെ ഡിവൈസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവന്റെ ബ്ലൂടൂത്ത് സാധാ ഹെഡ്സെറ്റ്സ് ഒക്കെ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ ബ്ലൂടൂത്തിൽ പോയിട്ട് നമുക്ക് അവിടുന്ന് പെയർ ചെയ്തിട്ട് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടെന്ന് പറയുന്നത് 10 മില്ലിമീറ്ററിന്റെ ഒരു ബാസ് ബൂസ്റ്റർ ആയിട്ടുള്ള ഒരു ബേസ് ഡ്രൈവേഴ്സ് ആണ് നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഇന്നിയർ ഡിസൈൻ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു സൗണ്ട് ക്വാളിറ്റി മ്യൂസിക് എക്സ്പീരിയൻസ് ഒക്കെ ഇതിൽ ലഭിക്കുന്നതാണ്. എൻ്റെ ഇനീഷ്യൽ യൂസ് എനിക്ക് വലിയൊരു ഇഷ്യൂസ് ഒന്നും ഇതിനകത്ത് തോന്നിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂസ് ഞാൻ ഇതിന് ശേഷം വരുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് ഞാൻ എന്തെങ്കിലും പ്രോബ്ലംസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. പിന്നീട് ഇതിന്റെ മൈക്രോഫോൺ ക്വാളിറ്റിയെ കുറിച്ചൊക്കെ നോക്കുന്ന സമയത്ത് ഇതിന്റെ കോളിംഗ് സമയത്തൊക്കെ എനിക്ക് അത്യാവശ്യം നല്ലൊരു മൈക്രോഫോൺ ക്വാളിറ്റി ലഭിച്ചിട്ടുണ്ട്. അതായത് ഇൻഡോറിലൊക്കെ നിന്ന് കോൾ ചെയ്തപ്പോൾ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഒരു കോളിംഗ് ക്വാളിറ്റി ലഭിച്ചത്. അതായത് എന്റെ മൈക്രോഫോണിൽ നിന്ന് നല്ല രീതിയിലൊരു ക്വാളിറ്റി എനിക്ക് കേട്ടവർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഔട്ട്ഡോറിലൊക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂവിൽ പറയുന്നതായിരിക്കും. പിന്നീട് ഇതിന്റെ ഫീച്ചേഴ്സ് ആൻഡ് കസ്റ്റമൈസേഷൻ സെക്ഷനിലേക്ക് നോക്കുമ്പോഴേക്കും ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന ഫീച്ചർ എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഇതിന്റെ ഇയർബഡ്സ് നമ്മുടെ ഇയേഴ്സിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ആ ഒരു സെൻസർ ഡിറ്റക്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പോസ് ചെയ്യുകയും അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ ചെവിക്കകത്ത് വെക്കുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആവുകയും ചെയ്തതാണ്. അതുപോലെ തന്നെ നമുക്കിനകത്ത് വൺപ്ലസിന്റെ ഡിവൈസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക്
കസ്റ്റമൈസേഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ഡബിൾ ടാപ്പ് ഫീച്ചേഴ്സ്, ഹോൾഡ്, അങ്ങനെയുള്ള കസ്റ്റമൈസേഷൻസ് വൺപ്ലസിന്റെ ഡിവൈസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത് സെറ്റിംഗ്സിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ഡയറക്റ്റ് ആയിട്ടുള്ള സെറ്റിംഗ്സിൽ ഫോണിനായിട്ട് വേറെ ആപ്പ് ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ഡബിൾ ടാപ്പ് ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ബഡ്സ് വേറെ, ഈ ഒരു ബഡ്സിൽ അങ്ങനെയൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ല വേറെ ആൻഡ്രോയിഡ് ഫോണോ വേറൊരു സാധാ വൺപ്ലസ് അല്ലാത്തൊരു ഫോണാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹെയ്മെലഡി എന്നൊരു ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കസ്റ്റമൈസേഷൻസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഇതിന്റെ ബാറ്ററി സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്ന ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് അതൊരു ബഡ്സിന്റെ കേസിനാണ് നമുക്ക് ലഭിക്കുന്നത് പറഞ്ഞാൽ 450 mAh ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു കേസിന് നമുക്ക് ലഭിക്കുന്നത്. ഒരു 20 hours ടോട്ടൽ പ്ലേ ബാക്ക് നമുക്ക് ഈ ഒരു കേസിന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ബഡ്സിനും നമുക്ക് ഒരു 40 mAh ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ് വരുന്നത്. അപ്പം ഓരോ ബഡ്സിനും നമുക്ക് ഒരു 5 hours ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഒരു മ്യൂസിക് പ്ലേ ബാക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 hours യൂസ് ചെയ്യാൻ പറ്റും. മറിച്ച് ഒരു കോളിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 hours മാത്രമേ ലഭിക്കുന്നുള്ളൂ. അപ്പം അത്യാവശ്യം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഈ ഒരു ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നീട് ഇതിന്റെ ചാർജിങ്ങിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്കിനകത്ത് ഒരു ഫാസ്റ്റ് ചാർജ്, അതായത് വൺപ്ലസ് യൂസറാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ നമുക്ക് ഡാഷ് ചാർജറോ വാപ്പ് ചാർജറോ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഒരു ബഡ്സി ചാർജ് കയറുന്നതാണ്. അതൊരു 10 minutes നമുക്കൊരു 3 hours പ്ലേ ബാക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വൺപ്ലസ് ഡിവൈസ് യൂസേഴ്സിനാണ് ഈ ഒരു പ്രിഫറൻസ് ഉള്ളത്. അല്ലാത്തവർക്ക് ആ ഒരു ഫാസ്റ്റ് ചാർജിങ് ലഭിക്കുന്നില്ല. കാരണം ആ ഒരു വാപ്പ് ചാർജർ അല്ലെങ്കിൽ ഡാഷ് ചാർജർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ചാർജിങ് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു 3000 ഏരിയയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു TWS തന്നെയാണ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളതും ഒരു പോരാൻ. കാരണം ഈ ഒരു ബഡ്ജറ്റ് നോക്കുമ്പോഴത്തേക്കും ഈ ബഡ്ജറ്റിന് ഒതുങ്ങിയിട്ടുള്ള ആ ഒരു ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഈ ഒരു ബഡ്സിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തൊരു IP55 വാട്ടർ ആൻഡ് സ്വെറ്റ് റെസിസ്റ്റന്റ് ആയിട്ട് ഒരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ജിമ്മിലൊക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഫീച്ചർ തന്നെയാണത്. അതുപോലെ നമുക്കിതിനകത്ത് ഒരു 2 കളർ വേരിയൻസ് ആണ് മെയിൻലി അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് പറയുന്നത് ഈ ഒരു വൈറ്റ് കളറും അതുപോലെ നമുക്കൊരു ഗ്രേ കളറുമാണ് മെയിൻലി അവൈലബിൾ ആയിട്ടുള്ള കളർ എന്ന് പറയുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വൺപ്ലസ് അവരുടെ സ്പെഷ്യൽ എഡിഷൻസ് ഒക്കെ ഇറക്കുന്നതാണ്. അപ്പം ഇത്രയാണ് ഈ ഒരു വൺപ്ലസ് ബഡ്സിയുടെ ഒരു ഔട്ട്ലുക്ക് ആൻഡ് ഓവർവ്യൂ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.